നമസ്തേ. എൻ്റെ എല്ലാ മിത്രങ്ങൾക്കും രാജരാജ ജ്യോതിശാലയത്തിലേക്ക് സദയം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ജൂൺ മാസത്തോടുകൂടി വ്യാഴം ഉച്ചനായി മാറുന്നതോടെ പൊതുവെ നല്ല കാലമാണ് എല്ലാവർക്കും തന്നെ അനുഭവിച്ചു വരാൻ പോകുന്നത്. എന്നാൽ ചില കൂറുകാർക്ക് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് അങ്ങനെ വിഷമിക്കേണ്ട, അത് തന്നെ പറയേണ്ടി വരും. നമുക്ക് ആദ്യം മേടക്കൂറ് നോക്കാം. മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദമാണ്. അവർക്ക് പൊതുവെ നല്ല മാതൃഗുണമുണ്ട്. അവർ സാമ്പത്തിക പരാതികൾ കുറച്ച് മാറിക്കിട്ടും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഒരു അത്യുത്തമ സമയമാണ്. ഈ കൂറ് ജനിച്ച ഈ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദം ജനിച്ച ആൾക്കാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഫലമാണ് വരാൻ പോകുന്നത് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സന്തോഷിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മുൻകൂട്ടി തന്നെ ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് നല്ല ഫലം തന്നെ കിട്ടിയിരിക്കും. അതുപോലെ മറ്റേ പൊതുവായിട്ട് പറഞ്ഞാൽ കടബാധ്യതകളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ അസുഖം അത് സ്വാഭാവികമാണല്ലോ, അത് വന്നു തരാൻ സാധ്യതയുണ്ട്. പിന്നെ കുടുംബത്തിൽ ശാന്തി, സമാധാനം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം, അങ്ങനെ ധനപരമായിട്ട് എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് അവർക്കുള്ളത്. പിന്നെ കടം അങ്ങനെ കൊടുക്കാതിരിക്കുക, അത് കിട്ടാൻ പ്രയാസമായിരിക്കും. അടുത്തത് ഇടവക്കൂർ നോക്കുമ്പോൾ ഇടവക്കൂറിൽ കാർത്തിക 2, 3, 4 പാദങ്ങളാണ്. പിന്നെ രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ. അവർക്ക് ഈ വർഷം ആവശ്യമില്ലാത്ത വഴിവിട്ട കൂട്ടുകെട്ട് മുഖാന്തരം, പ്രത്യേകിച്ച് ഈ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ മോശമായ ഒരു കാലമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് അഭിവൃദ്ധിയും സൽപ്പേരും കിട്ടുന്ന ഒരു കാലം കൂടെയാണ്. പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രണയം തുടങ്ങാനുള്ളൊരു വഴി കാണുന്നുണ്ട്. പിന്നെ വക്കീലന്മാർ, പോലീസുകാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഇവർക്ക് ഈ വർഷം അതികഠിനമായ തലവേദന ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അവർ വളരെ സൂക്ഷിക്കണം. അവർക്ക് നല്ല ശുഭാശുഭങ്ങളായ ലക്ഷണങ്ങളും സമയങ്ങളും നല്ലതാണെങ്കിൽ പോലും ഇവർക്ക് ഈ പേരുദോഷം, അതായത് ഈ കൈക്കൂലി വാങ്ങുക, അല്ലാതെ പിടിക്കപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് നല്ല കാലമാണെന്ന് പറയുന്നെങ്കിലും ഇത് ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. കുടുംബത്തിൽ ശാന്തി സമാധാനവും വന്നു ചേരും. അടുത്തത് നമ്മൾ പറയാനുള്ളത് മിഥുനക്കൂറാണ്. മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർന്നത്തിൻ്റെ 1, 2, 3 ഭാവമാണ് ഈ മിഥുനക്കൂർ എന്ന് പറയുന്നത്. ഈ കൂറിൽ ജനിച്ചവർക്കെല്ലാം കൊണ്ടും ശുഭലക്ഷണമാണ്. രാഷ്ട്രീയക്കാർക്കാണെങ്കിലും പൊതുപ്രവർത്തകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും രക്ഷിതാക്കൾക്ക് വേണ്ട എല്ലാവർക്കും ഈ വർഷം, ഈ കാലം, ഈ വിഷുഫലം വളരെ അഭിവൃദ്ധിയുള്ള ഒരു കാലമാണ്. പിന്നെ വീട്ടിൽ ബലിതർപ്പണാദി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ചിലർക്ക് വന്നേക്കാം. അതിപ്പം നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അത് ചെയ്യേണ്ടി വരും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പേരുദോഷം കേൾക്കേണ്ടതായിട്ട് വരും. പിന്നെ കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ചത് തീർക്കാൻ പറ്റും. കടം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള പിന്നെ ചെറിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാൻ അവർക്ക് ചാൻസ് ഉണ്ട്. എങ്കിലും അവർക്കെല്ലാം പൊതുവെ നല്ലൊരു കാലമാണ് ഈ മിഥുനക്കൂർ വരാൻ പോകുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. അത് പുണർന്നത്തിന് 4ാം പാദം, പൂയം, ആയില്യം ഇവയാണ്. ഇവർക്ക് വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക്, വിവാഹ തടസ്സമുള്ളവർക്കൊക്കെ വിവാഹം നടക്കാൻ നല്ലൊരു യോഗമാണ്. പിന്നെ സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം കിട്ടും. പിന്നെ കടബാധ്യതകൾ കുറയും. പിന്നെ കുടുംബത്ത് വലിയ ശാന്തി, സമാധാനം, ചെറിയ വീട്ടിൽ ചില കലഹം, അതും ഇതിൽ കൂടെ പറയണമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഈശ്വരാധീനപരമായിട്ട് നല്ലൊരു കാലമാണ്. ഇവരെ സംബന്ധിച്ചോളം രാഷ്ട്രീയക്കാർക്ക് അത്ര നല്ല കാലം എന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും അവർക്കും അത്ര മോശമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല ഈ കൂറുകാർക്ക്. പ്രത്യേകിച്ച് ഈ കർക്കിടകക്കൂറൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, നമ്മളിപ്പോൾ പറഞ്ഞ പൂയം, ആയില്യം, അത് കഴിഞ്ഞിട്ട് ഈ ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1ാം പാദം, ഇത്രയാണ് ഇവർക്കുള്ളത്. ഇവർക്ക് വിദേശയാത്രയ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് നല്ല യോഗമാണ്. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എഴുതിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല മാർഗോടി ക്ലാസ് പാസ്സാവാൻ പറ്റും. പിന്നെ സന്തതിയില്ലാത്തവർക്ക് സന്തതികളുണ്ടാവും. വിവാഹം മുടക്കുന്നവർക്ക് വിവാഹം നടക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ശുഭയാത്രകളും വചനങ്ങളും കേൾക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ സമാധാനവും അന്തരീക്ഷം ഉണ്ടാവും, ഈശാധീനം ഉണ്ടാവും, ഈശ്വര ഭജന ചെയ്യാനുള്ള ഇടവരും.
നല്ല സത്സംഗം പോലുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി വരും. പൊതുവെ രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാവും. പൊതുവെ ഇവർക്ക് നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. അടുത്തത് നമുക്ക് കന്നിക്കൂറാണ്. ഉത്തരം 2, 3, 4 പാദം, അത്തം ചിത്തിര 1, 2 പാദം. ഉത്തരത്തിന്റെ മുഴുവൻ പറയാം. കന്നിക്കൂറ് ഉത്തരം 2, 3, 4 പാദം, അത്തം ചിത്തിരയുടെ 1, 2 പാദങ്ങൾ. അപ്രതീക്ഷിതമായ ധനാഗമയമുണ്ട്. വിശ്വസിക്കാനൊക്കാത്ത ലാഭങ്ങളും സന്തോഷങ്ങളും ഭാഗ്യങ്ങളും ഈ കൂറുകാരെ തേടിയെത്തിയിരിക്കും. ഇവർക്ക് പ്രത്യേകിച്ച് അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് ആ രോഗത്തിന് ശമനം ഉണ്ടാവും. വിവാഹം മുടക്കുന്നവർക്ക് വിവാഹം ഉണ്ടാവും. വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര ഉണ്ടാവും. സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ടെസ്റ്റ് നിൽക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടും. വിദേശ യോഗം, മംഗല്യ ഭാഗ്യം, സന്താന ഭാഗ്യം എന്ന് വേണ്ട സർവത്ര അഭിവൃദ്ധിയുള്ള നക്ഷത്രക്കാരാണ് ഈ കന്നിക്കൂറുള്ള നക്ഷത്രക്കാരെ. ഉത്തരം 2, 3 പാദം, അത്തം ചിത്തിരയുടെ 1, 2 പാദങ്ങളുള്ളവർക്ക് എല്ലാം കൊണ്ടും അടുത്ത വിഷുഫലം വളരെ ഉന്നതിയായിരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. അടുത്ത തുലാക്കൂറാണ്. ചിത്തിര 3, 4 പാദം, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ. ഇവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക് വളരെ മോശം സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മോശം സമയമാണ്. കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് എല്ലാം തന്നെ വളരെ മോശം സമയമാണ്. അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മോശം സമയമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് വളരെ മോശമായ ഒരു കാലമാണ് ഈ വിഷുഫലം കാണിക്കുന്നത്. നമുക്ക് അതിന് പോകുമ്പോഴും പറഞ്ഞുതരാം, ആരും വിഷമിക്കൊന്നും വേണ്ട. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിന് 4 പാദം, അനിഴം, തൃക്കേട്ടം. ജൂൺ മുതൽ ഇവർക്ക് അത്യന്തമായ നല്ല സുന്ദരമായ ഒരു ശോഭനമായ സമയമാണ് വരാൻ പോകുന്നത്. ജൂൺ ആദ്യം മുതൽ വ്യാഴത്തിൻ്റെ മാറ്റം ഇവരെ വളരെ അനുകൂലമായ രീതിയിൽ ഇവരെ സഹായിക്കുന്നതാണ്. പിന്നെ കടകൾ മാറിക്കിട്ടും. രാഷ്ട്രീയക്കാർക്ക് ചില ചെറിയ പ്രശ്നങ്ങൾ നേരിടുമെങ്കിലും അവർക്കും നല്ല കാലമാണ് വരാൻ പോകുന്നത്. നല്ല കാലം വരാൻ പോകുന്നത്. പൊതുപ്രവർത്തകർക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. പൊതുവെ പറഞ്ഞാൽ ഈ കൂറുകാർക്ക് നല്ലൊരു സമയമാണ് ഈ നമ്മുടെ പുതിയ വിഷുഫലം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1 പാദം. ഇവർക്ക് സമയം വളരെ മോശമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൂറുകാർക്ക് വളരെ സമയം മോശമാണ്. നിങ്ങൾ ഈശ്വരാരാധന ചെയ്യണം, അമ്പലങ്ങളിൽ പോകണം, ക്ഷേത്രദർശനം നടത്തണം. അതുകൂടാതെ ഇവരെ ഏത് കാര്യങ്ങളിൽ പോയാലും ആ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പല തടസ്സങ്ങൾ നേരിടും. ചില്ലറ പേരുദോഷങ്ങൾ, അതുപോലെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. വണ്ടി അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൊണ്ടും പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുകയാണ്. അടുത്തത് മകരക്കൂറാണ്. ഇവർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. ഉത്രാടം 2, 3 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദമാണ് ഈ കൂറിൽ ജനിച്ചവർ. അപ്പൊ ഇവർക്ക് പൊതുവെ നല്ല കാലമാണ്. വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായിട്ടും വീട്ടിൽ ഏത് രീതിയിലാണെങ്കിലും ഇവർക്ക് നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടും. കടം കഴിയുന്നതും കൊടുക്കാതിരിക്കുക. കൂടാതെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദ്യാഗുണം കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുന്നു. വിദേശയാത്ര ചെയ്യുന്നവർക്ക് വിദേശയാത്രയ്ക്ക് നല്ല ശമ്പളം കൊടുത്തുകൂടി പുതിയ പ്രൊമോഷൻ ഉണ്ടാകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ ഉണ്ടാകുന്നു. എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള ഒരു നല്ല കാലമാണ് ഈ കൂറുകാർക്ക് ഉള്ളത്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിന്റെ 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദം. ഇവർക്ക് ഈ പ്രത്യേക രാഷ്ട്രീയക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്ക് ശ്രദ്ധിക്കുന്നെങ്കിലും ഇവർക്ക് ഗുണമുള്ളൊരു കാലമാണ്. എന്നാൽ പേരുദോഷം ചെയ്യും. രാഷ്ട്രീയക്കാർ കൂടെ വന്നിട്ട് പാര വെക്കുന്ന സ്വഭാവം കാണും. അതിന് എൻ്റെ അനുഭവം ഉണ്ടായി വരും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചില കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അധികാരങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അതിനെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം. പിന്നീട് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിലുപരിയോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില്ലറ ആവശ്യമില്ലാത്ത പേരുദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പിന്നെ ചെറിയ ദുർമരണത്തിനൊക്കെ സാക്ഷിയാകേണ്ടി വരും. ദുർമരണം നടക്കും. അതിനാണ് നമ്മൾ പോയി ചില സാക്ഷിയായിട്ടുള്ള ഗതികളൊക്കെ വരും. അത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ സമയദോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ വാഹന അപകടം. എങ്കിലും പൊതുവെ ഇവർക്ക് നല്ലൊരു കാലമാണെന്ന് പറഞ്ഞേ പറ്റൂ. അടുത്തത് മീനക്കൂറാണ്. പൂരിട്ടാതി 4 പാദം, ഉത്തിരിട്ടാതി, രേവതി. ഉത്തമമായ ഒരു കാലമാണ് ഇവർക്ക് അടുത്ത് വരാൻ പോകുന്ന ഒരു വർഷം. എന്നിരുന്നാലും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില പേരുദോഷങ്ങൾ ഉണ്ടാവാം. സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണ്. കുടുംബത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാവും. ശ്രദ്ധിച്ച് തന്നെ പോകണം. പിന്നെ ശത്രുക്കളുടെ ഒരു നമുക്ക് ദോഷം കാണുന്നുണ്ട്. ശത്രുദോഷം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈശ്വരാരാധന മാറ്റാവുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ നക്ഷത്രക്കാരോടെ പറഞ്ഞെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് ഓരോ ദോഷങ്ങൾക്കും ഓരോ നക്ഷത്രക്കാർക്കും നമ്മൾ ഓരോ വഴിപാടും അങ്ങനെയുള്ള നേർച്ചകളും ഒക്കെ ആണല്ലോ പറയുന്നത്. ഞാനത് പുതിയ വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നത്.
നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വിശ്വക്ഷേത്രത്തിൽ പോയി ഒരു തുളസിമാല മരിച്ചിട്ടുണ്ടോ വെണ്ണ ഭഗവാൻ കൊടുത്തുകൊണ്ടോ ഒന്നും ഒരാളുടെ ദോഷം മാറുമെന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ ഏതൊരു ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് താലി കൊടുത്തുകൊണ്ടോ മാല കൊടുത്തുകൊണ്ടോ ദോഷം മാറാൻ പറയത്തില്ല. മറിച്ച് നമ്മൾ ദിവസവും വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക. നാമജപത്തിനപ്പുറമായിട്ട് ഒന്നുമില്ല എന്ന് എൻ്റെ മിത്രങ്ങൾ കേൾക്കുക. നാമജപത്തിനപ്പുറം ഒന്നുമില്ല. വീട്ടിൽ ദിവസവും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക. കഴിയുന്നെങ്കിൽ തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ ദിവസവും ദർശനം നടത്തുക പറ്റുന്നെങ്കിൽ. അതിലുപരി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമജപം നടത്തുക. നാമം ജപിച്ചാൽ ഇതിനകത്ത് പറഞ്ഞിട്ട് ദോഷക്കാർക്ക് പോലും ഗുണകരമായ ഒരു കാലമാണ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് എൻ്റെ നക്ഷത്രത്തിൽ ദോഷമാണല്ലോ ഇദ്ദേഹം പറഞ്ഞത് എന്നൊന്നും പറഞ്ഞാൽ വിഷമിക്കരുത്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമാണ്. ഈശ്വരാരാധന ഉണ്ടെങ്കിൽ ആ ഈശ്വരാരാധനയ്ക്ക് മണ്ടയ്ക്കോട്ട് ഒന്നുമില്ല. എല്ലാ ദോഷങ്ങളും മാറ്റുന്ന തമ്പുരാൻ നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദോഷവും പേടിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോവുക, നിങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുക. പിന്നെ ദിവസവും നിങ്ങൾക്ക് പോകാനൊക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകാനൊക്കുന്നവർക്ക് ദിവസവും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയിട്ടുള്ളൂ. ഒത്തിരി ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. വീട്ടിൽ നാമം ജപിക്കുക, വിളക്കെത്തിച്ച് നാമം ജപിക്കണം. അത് മുടക്കരുത്. ഒരു കൃത്യനിഷ്ഠ വേണം നാമജപത്തിന്. അത് ഏതെങ്കിലും രാവിലെ തന്നെ നടന്നതായിരിക്കും നല്ലത്. വൈകിട്ട് ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് രാവിലെ നിങ്ങൾ എൻ്റെ മിത്രങ്ങൾ എന്നെ കേൾക്കുന്നവര് ഇതൊരു ശീലമാക്കുക. ദിവസവും രാവിലെ വിളക്ക് കത്തിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരമെങ്കിലും നാമം ജപിക്കുക. ശേഷം സമയമുണ്ടെങ്കിൽ അടുത്ത ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ ദോഷവും മാറും. ആരും അതുകൊണ്ട് പേടിക്കേണ്ട. എല്ലാവർക്കും അടുത്ത വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഗുണമേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും വീണ്ടും വീണ്ടും രാജരാജ ജ്യോതിഷാലയത്തിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വരുന്നതിന് വേണ്ടി വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങളുടെ അറിവിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എൻ്റെ ചാനലിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക. അല്ലാതെ താഴെ കൊടുത്ത നമ്പറിൽ കൂടെ എന്നെ ബന്ധപ്പെടുക. നന്ദി.